500 വർഷങ്ങൾക്ക് മുമ്പ് കൊളുത്തിയ ഒരു വിളക്ക് ഇന്ന് വരെ അത് അണഞ്ഞിട്ടില്ല. തലമുറകൾ കടന്നുപോയി, രാജവംശങ്ങൾ ഉദിച്ചസ്തമിച്ചു. പക്ഷേ ആ ദീപനാളം മാത്രം ഇന്നും കത്തിച്ചൊലിക്കുന്നു. ഇത് ഏറ്റുമാനൂർ, കേരളത്തിൻ്റെ ഹൃദയഭൂമിയിൽ കാലത്തെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം. ഇവിടെ ഓരോ കല്ലിനും ഒരു കഥയുണ്ട്, ഓരോ ചുവർ ചിത്രത്തിനും ഒരു രഹസ്യവും. പാണ്ഡവർ പ്രാർത്ഥിച്ച മണ്ണ്, ആദിശങ്കരൻ വരികൾ എഴുതിയിടം, 7.5 പൊന്നാനകൾ ഉറങ്ങുന്ന നിലവറ. ഇന്ന് നമ്മൾ ആ കഥ പറയുകയാണ്, ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിൻ്റെ കഥ. ഏറ്റുമാനൂർ, ഈ പേര് എവിടെ നിന്ന് വന്നു? ഇതിന് 3 ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തേത്, മാൻ എന്നാൽ മാൻ ഊര് എന്നാൽ സ്ഥലം, അതായത് മാനുകൾ വിഹരിച്ച നാട് മാനൂര്. രണ്ടാമത്തേത്, 8 മന ഊര്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായിരുന്ന 8 നമ്പൂതിരി ഇല്ലങ്ങൾ, അഷ്ടഗ്രഹങ്ങൾ, അവരുടെ നാട്. മൂന്നാമത്തേതാണ് ഏറ്റവും വിസ്മയകരം. ഇവിടെ പരമശിവൻ 8 വ്യത്യസ്ത ഭാവങ്ങളിൽ 8 മാനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വാസം. അങ്ങനെ 8 മാന ഊര് ഏറ്റുമാനൂരായി. ഏത് കഥ സത്യം? ഒരുപക്ഷെ 3ഉം ഈ മണ്ണിൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ്. ഏറ്റുമാനൂരിൻ്റെ ഉത്ഭവകഥ ചെന്നെത്തുന്നത് ഒരു അസുരനിലാണ്, ഖരൻ. ഐതിഹ്യം ഇങ്ങനെ: കഠിന തപസ്സിലൂടെ ഖരൻ സാക്ഷാൽ പരമശിവനിൽ നിന്ന് 3 ശിവലിംഗങ്ങൾ വരമായി നേടി. ആ ലിംഗങ്ങളുമായി അവൻ കേരളത്തിലേക്ക് യാത്രയായി. ഒന്ന് വലത് കൈയിൽ, ഒന്ന് ഇടത് കൈയിൽ, മൂന്നാമത്തേത് പല്ലുകൾക്കിടയിൽ. ഒരേ ദിവസം 3 അവൻ ആ ലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചു. വലത് കൈയിലേത് വൈക്കത്ത്, പല്ലിലേത് കടുത്തുരുത്തിയിൽ, ഇടത് കൈയിലേത് ഇവിടെ ഏറ്റുമാനൂരിൽ. ഇന്നും വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ഈ 3 മഹാദേവ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം തൊഴുതാൽ ജീവിത ദുരിതങ്ങൾ അകലുമെന്ന് വിശ്വാസികൾ കരുതുന്നു. കഥ ഇവിടെ തീരുന്നില്ല. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഖരൻ ഒരു മാനായി മാറി ഭഗവാനെ ഉപാസിച്ചുവെന്നും ആ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ മാനിനെ കയ്യിലെടുത്തുവെന്നും വിശ്വാസം. ഒരുപക്ഷെ മാനൂര് എന്ന പേരിൻ്റെ വേരുകൾ ഇവിടെയും ചെന്നെത്തുന്നുണ്ടാകാം. ഏറ്റുമാനൂരിൻ്റെ പഴക്കം എത്രയെന്ന് ആർക്കും കൃത്യമായി പറയാനാവില്ല. കാരണം ഇതിൻ്റെ കഥ ഇതിഹാസങ്ങളോടും പഴക്കമുള്ളതാണ്. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതുവെന്ന് ഐതിഹ്യം. മഹാഭാരതം രചിച്ച വേദവ്യാസ മഹർഷി ഈ സന്നിധിയിൽ തപസ്സിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കഥ ആദിശങ്കരാചാര്യരുടേതാണ്. ഭാരതമൊട്ടാകെ സഞ്ചരിച്ച ആ മഹാപണ്ഡിതൻ ഏറ്റുമാനൂരിൽ വിശ്രമിച്ച നാളുകളിലാണ് ദേവീസ്തുതിയുടെ പരകൂടിയായ സൗന്ദര്യലഹരി രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരേ ക്ഷേത്രം ഇതിഹാസത്തിലെ വീരന്മാരെയും പുരാണം രചിച്ച മഹർഷിയെയും അദ്വൈതത്തിൻ്റെ ആചാര്യനെയും ഒരേ മണ്ണിൽ ഒന്നിപ്പിക്കുന്നു. ഇന്ന് നാം കാണുന്ന ക്ഷേത്ര സമുച്ചയം, ഗോപുരവും കോട്ടമതിലും പുനർനിർമ്മിച്ചത് കൊല്ലവർഷം 717, അതായത് AD 1542. വിശ്വകർമ്മ സ്ഥപതികളുടെ കരവിരുതിൻ്റെ ജീവിക്കുന്ന സ്മാരകമാണ് ഈ ദ്രാവിഡ ശില്പകല. ചെമ്പുതകിടു പാകിയ മേൽക്കൂര, 14 അലങ്കാര ഗോപുര അഗ്രങ്ങൾ, കാളയും മണികളും ആൽമരത്തിൻ്റെ ഇലകളും കൊത്തിയ സ്വർണ്ണക്കൊടിമരം. പക്ഷേ ഏറ്റുമാനൂരിൻ്റെ ഏറ്റവും വലിയ നിധി ഈ ചുവരുകളിലെ ചിത്രങ്ങളാണ്. രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ജീവൻ വെച്ച ദ്രാവിഡ ചുവർ ചിത്രങ്ങൾ. അവയിൽ കിരീടം വയ്ക്കുന്നത് ഒന്ന്, പ്രദോഷ നൃത്തം, താണ്ഡവമാടുന്ന നടരാജൻ, ശിവന്റെ പ്രപഞ്ച നൃത്തം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചുവർ ചിത്രങ്ങളിൽ ഒന്നായി കലാലോകം വാഴ്ത്തുന്ന മാസ്റ്റർ പീസ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വർണ്ണങ്ങൾ ഇന്നും മങ്ങാതെ നിൽക്കുന്നു. ഭക്തിയും കലയും ഒന്നു ചേർന്ന ഒരു അത്ഭുതം. ഇനി ഏറ്റുമാനൂരിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള രഹസ്യത്തിലേക്ക്. 7.5 പൊന്നാന. പ്ലാവിൻ്റെ കാതിൽ കൊത്തിയെടുത്ത് 13 കിലോയോളം തനി തങ്കം പൊതിഞ്ഞ 8 ആനകൾ. 7 എണ്ണത്തിന് 2 അടി ഉയരം, 8ാമത്തേതിന് അതിൻ്റെ പകുതി. അങ്ങനെ 7.5 ആനകൾ, 7.5 പൊന്നാന. ഈ ക്ഷേത്രത്തിന് സമ്മാനിച്ചത് തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പക്ഷേ ഇതിനു പിന്നിൽ ഒരു അത്ഭുത കഥയുണ്ട്. ഐതിഹ്യപ്രകാരം ഈ പൊന്നാനകൾ വൈക്കത്തപ്പന് സമർപ്പിക്കാനായിരുന്നു കൊണ്ടുപോയത്. വഴിമധ്യേ ഭടന്മാർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിശ്രമിച്ചു. പിറ്റേന്ന് കണ്ണു തുറന്നപ്പോൾ
ഓരോ പൊന്നാനയിലും ഓരോ സർപ്പം ചുറ്റിയിരിക്കുന്നു. ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെച്ചപ്പോൾ ഉത്തരം വ്യക്തമായിരുന്നു. ഏറ്റുമാനൂരപ്പന് ഈ പൊന്നാനകൾ ഇഷ്ടപ്പെട്ടു. അവ ഇവിടെ തന്നെ വേണം. അങ്ങനെ 7.5 പൊന്നാന ഏറ്റുമാനൂരപ്പൻ്റേതായി. ഇന്നും അവ ക്ഷേത്ര നിലവറയിൽ ഉറങ്ങുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉത്സവനാളിൽ ഭക്തർക്ക് ദർശനത്തിനായി പുറത്തെടുക്കുന്നു. കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആരംഭിക്കുന്ന 10 ദിവസത്തെ ആറാട്ടുത്സവം, അതാണ് ഏറ്റുമാനൂരിൻ്റെ ഹൃദയം. ഉത്സവത്തിൻ്റെ 8ാം നാൾ അർദ്ധരാത്രി ആയിരക്കണക്കിന് ഭക്തർ ശ്വാസമടക്കി പിടിച്ച് കാത്തു നിൽക്കുന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ 7.5 പൊന്നാനകൾ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. 7.5 പൊന്നാന എഴുന്നള്ളത്ത്. തങ്കത്തിൽ തീർത്ത ആ ആനകൾ ദീപപ്രഭയിൽ തിളങ്ങുമ്പോൾ ആ കാഴ്ച കണ്ടവർ പറയും, അത് ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒന്നാണെന്ന്. തുലാഭാരവും ഗണപതി ഹോമവും പോലുള്ള വഴിപാടുകൾക്കായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഒഴുകിയെത്തുന്നു. 500 വർഷം പഴക്കമുള്ള ആ വിളക്ക് ഇന്നും കത്തുന്നു. കരൻ്റെ ശിവലിംഗവും ശങ്കരൻ്റെ വരികളും നടരാജൻ്റെ നൃത്തവും പൊന്നാനകളുടെ തിളക്കവും എല്ലാം ഈ ഒരേ മണ്ണിൽ. ഏറ്റുമാനൂർ ഒരു ക്ഷേത്രം മാത്രമല്ല, അത് കാലത്തിൻ്റെ ഒരു സാക്ഷിയാണ്. വിശ്വാസത്തിൻ്റെയും കലയുടെയും ചരിത്രത്തിൻ്റെയും സംഗമഭൂമി. ഇതുപോലെ എത്രയോ കഥകൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട്. കാണാം അടുത്ത ചരിത്രയാത്രയിൽ.